2026 ജൂൺ 3 കേരളത്തിലെ ഏറ്റവും ചൂടേറിയതും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗുമായ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകളും കൂടെ. നിയമസഭയിലെ വൻ പോരാട്ടം. ജീവനക്കാരുടെ കൂട്ടസ്ഥലമാറ്റത്തെ ചൊല്ലി പിണറായി വിജയനും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോരും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും. ധവളപത്രത്തെ ചൊല്ലിയുള്ള വെല്ലുവിളികളും നിറഞ്ഞു സഭ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-CPI തർക്കം രൂക്ഷമാകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യഘട്ടത്തിൽ യതീന്ദ്ര സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള 14 പ്രമുഖ നേതാക്കളാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഘട്ടങ്ങളിലായി മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പുതിയ സർക്കാരിന്റെ ഭരണ നടപടികൾ വരും ദിവസങ്ങളിൽ കർണാടക രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ലോകത്തെ മുനമ്പിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ പുകയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഗൾഫിലെ ഏറ്റവും തിരക്കേറിയ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈനിലും കുവൈറ്റിലെയും US സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ചില ഡ്രോണുകൾ കുവൈറ്റ് വിമാനത്താവള പരിസരത്ത് പതിച്ചതോടെ വ്യോമഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഈ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ഇൻഡിഗോ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ ഗൾഫിലേക്കുള്ള സർവീസുകൾ അടിയന്തരമായി റദ്ദാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നൂറുകണക്കിന് പ്രവാസികളാണ് ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുവാൻ ഈ പ്രതിസന്ധി കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതും ലോകവ്യാപാരത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെയും രാജ്യത്തെയും ലോകത്തെമ്പാടുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും തത്സമയ വിവരങ്ങളും കൃത്യതയോടും വേഗതയോടും അറിയുവാൻ TGS മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.